ഹലോ കൂട്ടുകാരെ, ഇന്നൊരു പൈനാപ്പിൾ ചേർത്ത മോരുകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് പൈനാപ്പിൾ പൊടിയായിട്ട് അരിഞ്ഞത് അതിന് ആവശ്യമായ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ചേർക്കാം. 2 പച്ചമുളക് അരിഞ്ഞതിടാം. പകുതി സവോള അരിഞ്ഞതിടാം. അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ട് ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ഇതിന് വേണ്ട അരപ്പ് നോക്കാം. തേങ്ങ ചിരണ്ടിയത് എടുക്കണം. അരമുറി തേങ്ങ ചിരണ്ടിയത് ഒരു ബൗളിലേക്ക്, മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് 2 ചുവന്നുള്ളിയും 2 പച്ചമുളകും 1/2 സ്പൂൺ ജീരകവും, ചെറിയ ജീരകവും ഞാനിട്ടു. ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. ആ നേരം കൊണ്ട് നമ്മുടെ ചട്ടിയിൽ വെച്ച പൈനാപ്പിൾ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത അരപ്പ്, തേങ്ങ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലപോലെ ഇളക്കണം. ഇളക്കി ഒന്ന് തിളയ്ക്കാറാകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ മോരെന്ന് പറഞ്ഞാൽ തൈര് തന്നെയാണ്, കട്ടത്തൈര്. ഞാൻ മിക്സിയിലിട്ടൊന്ന് തിരിച്ചെടുത്തു. അപ്പോൾ നല്ല പോലെ തൈരായി. ആ തൈര് ഇതിലേക്ക് ഒഴിക്കണം. ഇത് തൈരും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി. ഇത് ഒത്തിരി തിളച്ച് പോയത്, തിളയ്ക്കാൻ പാകത്തിന് പത വരുന്ന പോലെ അത്രയുമേ ആകാൻ പാടുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് ഇത് തിളയ്ക്കാൻ പാകത്തിനാവും. തിള വരുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് താളിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ പാനടുപ്പത്ത് വെക്കും. ഒരു ചെറിയ പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുക് ഇടും, കുറച്ച് ഉലുവയും ഇടും. കടുകും ഉലുവയും പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, 2 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 2-3 കരിവേപ്പിലയും കൂടെ ഇട്ട് ഇത് നല്ലപോലെ മുരിയാനായിട്ട് വെക്കാം. ഉള്ളിയും കരിവേപ്പിലയും എല്ലാം മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോരുകറിയിലേക്ക് ഇത് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മോരുകറി ഇവിടെ, രുചികരമായ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചേർക്കാതെയും ഉണ്ടാക്കാം. ഞാനിപ്പോൾ തേങ്ങ ചേർത്താണ് ഈ മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കൊഴുപ്പൊക്കെ കിട്ടി ചോറിനൊക്കെ നല്ല പാകത്തിന് കിട്ടും. അപ്പം ഞാനിന്നൊരു ബീറ്റ്റൂട്ട് തോരനും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടിയിൽ സവോള, പച്ചമുളക് ഒക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മൊരിയിച്ച് അതിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ബീറ്റ്റൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, കനം കുറച്ച്. അതും ഇട്ട് ലേശം തേങ്ങയും ഞാനിട്ടു. തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനിടാം. ഇതൊരു 5 മിനിറ്റ് കൊണ്ട്, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ സിമ്മിലിരുന്ന് നല്ലപോലെ വെന്ത് പാകത്തിനാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചെമ്മീൻ നന്നാക്കി ആദ്യം വേവിച്ചെടുത്തു. അത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലിട്ടൊന്ന് ചെറിയ ഫ്രൈ പോലെയാക്കി. അതിലേക്ക് ഉള്ളി, സവോള ഇട്ട്, പച്ചമുളക് പേസ്റ്റ് ഇട്ടു, കുറച്ച് തക്കാളി പേസ്റ്റ് ആക്കിയതിട്ടു, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു.
ഈ ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ നേരത്തെ വേറെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാണണമെങ്കിൽ അതെടുത്ത് കണ്ടാൽ മതി. ഇതിപ്പം ഞാൻ ഷോർട്ടായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്തു വെച്ചിരുന്നു. ആ തേങ്ങാക്കൊത്തും അതെല്ലാം കൂടി അതിൻ്റെ ഗ്രേവിയും കൂടെ ഇട്ട് ഒന്ന് തിളച്ച് കുറുകുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ചോറിന് ഇതൊക്കെയായിരുന്നു കറി. ചോറ്, മോരുചാറ്, ബീറ്റ്റൂട്ട് തോരൻ, ചെമ്മീൻ ഫ്രൈ, അച്ചാർ. ഓക്കേ.